വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൺസീവ് ആകണോ? അതിനുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കാര്യം ഫോളോ ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് എൻഡോമെട്രിയം ലൈനിങ്ങിനെ പറ്റിയിട്ടാണ്. എൻഡോമെട്രിയം ലൈനിങ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. എൻഡോമെട്രിയം ലൈനിങ്ങിൽ പറ്റിപ്പിടിച്ചാണ് നമ്മുടെ കുഞ്ഞ് വളരുന്നത്. പീരിയഡ്സ് ആകുന്ന ഓരോ മാസവും, നമ്മുടെ പീരിയഡ്സ് കഴിയുന്ന ഓരോ മാസവും നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് ഗ്രോ ആകും. ഗ്രോ ആയ ഒരു ലെവലിലെത്തി നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയം ലൈനിങ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് വന്നിട്ട് നമ്മുടെ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിൽ പറ്റി പിടിച്ചാണ് പ്രഗ്നൻസി നടക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീജവും എത്തിയതിനു ശേഷം പലർക്കും പ്രഗ്നൻസി നഷ്ടമായി പോകുന്നുണ്ട്. അങ്ങനെ നഷ്ടമായി പോകുന്നത്, മിസ്കാരേജ് ഉണ്ടാകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ്ങിന് തിക്നെസ് ഇല്ലാത്തതാണ്. പീരിയഡ്സിന്റെ ഓരോ മാസങ്ങളിൽ ഞാൻ പറയുന്ന പോലെ തന്നെ വളരുകയും അതിനുശേഷം നമുക്ക് പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ ഷെഡ് ആയിട്ട് പീരിയഡ്സിന്റെ ബ്ലഡിന്റെ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ് എൻഡോമെട്രിയം ടിഷ്യൂസ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻഡോമെട്രിയം ലൈനിങ്ങിന് അവിടെ വേണ്ടത്ര തിക്നെസ് ഇല്ല എങ്കിൽ ഒരിക്കലും ആ ഒരു പ്രഗ്നൻസി അവിടെ പിടിച്ചു കിട്ടില്ല. അണ്ടത്തിനോ ബീജത്തിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് ഇല്ല എങ്കിൽ അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ ആ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻഡോമെട്രിയം ലൈനിങ് നമ്മുടെ പീരിയഡ്സിന്റെ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 8 to 14 അല്ലെങ്കിൽ ഒരു 8 to 15 ആ ഒരു ലെവലിൽ നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് എത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്നുള്ള ഒരു കാര്യം അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്പ് എന്ന് പറയുന്നത് L-arginine കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. L-arginine അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് ആണ് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് തിക്കാനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. L-arginine പറ്റിയിട്ട് എല്ലാവരും തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർ കേട്ടിട്ടുണ്ടാകും. പലർക്കും ഈ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അത് കൊടുക്കുന്നത് അവരുടെ എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ മെഡിസിൻസ് എടുക്കാത്തവരും എൻഡോമെട്രിയം ലൈനിങ്ങിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും മനസ്സിലാകാത്ത ആളുകൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് L-arginine കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് ശരീരത്തിൽ എത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവര് വേറെ പ്രശ്നമൊന്നുമില്ല, സപ്ലിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കണ്ടന്റ് നമുക്ക് ശരീരത്തിലോട്ട് എത്താൻ സാധിക്കുന്നത് നമ്മൾ അവോക്കാഡോ എടുക്കുമ്പോൾ, നട്ട്സ് എടുക്കുമ്പോൾ, അതുപോലെ കോൺ, സൺഫ്ലവർ സീഡ്, എള്ള്, ചിക്കൻ, പോർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ L-arginine കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഭക്ഷണങ്ങൾ ഒറ്റയടിക്കിരുന്ന് കഴിക്കാനല്ല കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് അവോക്കാഡോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോക്കാഡോ എടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് നിങ്ങൾ കഴിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നട്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾനട്ട്, ബദാം, പിസ്ത, അതുപോലെ ഡ്രൈ ഫിഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. ഈ നട്ട്സിൽ എല്ലാത്തിലും തന്നെ ഒരുപാട് ന്യൂട്രിയൻസിന്റെ സോഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് L-arginine കണ്ടന്റ് ശരീരത്തിൽ എത്തിക്കുക എന്നുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. നമ്മൾ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത്, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുക. പലർക്കും ഒരു ധാരണയുണ്ട് നമ്മുടെ ഉറക്കവും ഫെർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമില്ലാന്ന്. നമ്മൾ എപ്പോഴാണോ രാത്രി കിടക്കുന്നത്, എപ്പോഴാണോ രാവിലെ എഴുന്നേക്കുന്നത്, ഈ ഒരു ടൈം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 7 hours എങ്കിലും മിനിമം നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഒരുപാട് ഹോർമോണുകളുടെ പ്രവർത്തനം നമ്മളുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകണം. അത് നടക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും. നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഏകദേശം മിനിമം ഒരു 7 മണിക്കൂർ ഉറക്കമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഈ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ എൻഡോമെട്രിയം ലൈനിങ് കൃത്യമായിട്ട് തിക്കണായിട്ട് വളരുകയുള്ളൂ കേട്ടോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം.
അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണമാകണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ഭക്ഷണമായി കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന ഏതൊക്കെ മെഡിക്കേഷൻസ് ആയി കഴിഞ്ഞാലും അതിന്റെ ബെനിഫിറ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണം. ആ ബെനിഫിറ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ നമ്മളുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും ഫോളോ ചെയ്യുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. കാരണം എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ കിട്ടുമ്പോഴേക്കും ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അലക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ നമ്മൾ മുറ്റമടിക്കാനായിട്ടാണെങ്കിൽ അധികം മുറ്റമില്ല, അല്ലെങ്കിൽ അലക്കാനായിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ദേഹം അനങ്ങേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. ഒരുപാട് നേരം നമ്മൾ നിൽക്കുക അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുക എന്നുള്ള കാര്യമല്ലാതെ നമ്മൾ കുമ്പിട്ട് നിവർന്ന ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ആയി പോകുന്നു, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയി പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് അവിടെ വളരില്ല. അത് മാത്രമല്ല നമ്മുടെ ഫെർട്ടിലിറ്റിയെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. നമ്മൾ ഒരു 15 മിനിറ്റ്സ് എങ്കിലും, ഒരു 15 മിനിറ്റ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാകാനായിട്ടും നിങ്ങളൊരു അച്ഛനാകാനായിട്ടുമുള്ള നിങ്ങളുടെ എബിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ബട്ടർഫ്ലൈ എക്സസൈസ്, കോബ്ര പോസ്, ബ്രിഡ്ജ് പോസ്, മലാസന, അങ്ങനെ ഒരുപാട് എക്സസൈസിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ആ എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ എക്സസൈസുകളും യോഗ പോസുകളും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കും. അതുപോലെ ഓവുലേഷൻ നടക്കാനായിട്ട് ഒരു സപ്പോർട്ട് അത് കൊടുക്കുന്നതിനും ഇത് സഹായിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഒരു ദിവസം 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായി വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫെർട്ടിലിറ്റി മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വർക്കൗട്ട്സ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ബെനിഫിറ്റുകളാണ് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. അബ്ഡോമനിൽ നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുത്തിട്ടും അതുപോലെ ഇഞ്ചി ഓയിൽ ഇട്ട് കൊടുത്തിട്ടും ഫെർട്ടിലിറ്റി എക്സസൈസ്, ഫെർട്ടിലിറ്റി മസാജ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള മസാജുകൾ നിങ്ങൾ ചെയ്യുക. കാസ്റ്റർ ഓയിൽ പാക്ക് വെച്ചിട്ടുള്ള ഫെർട്ടിലിറ്റി മസാജിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദിജോസ് വേൾഡ് ഫെർട്ടിലിറ്റി മസാജ് കാസ്റ്റർ ഓയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടു നോക്കുക. എങ്ങനെ ആവണക്കെണ്ണ ഉപയോഗിച്ച് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് വരെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. അടുത്തൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. വിറ്റമിൻ ഇ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന്, അങ്ങനെയായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നത്. പക്ഷേ വിറ്റമിൻ ഇ ഒരുപാട് പേർക്ക് അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നവർക്ക് അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ, അവരുടെ ഓവറിയുടെ ഹെൽത്ത് ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സെപ്പറേറ്റ് നമ്മളൊരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അതിലും വരും നട്ട്സും അതുപോലെ ഹോൾ ഗ്രെയിൻസ് ഐറ്റംസും ഒക്കെ അതിനകത്തും വരും. വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അപ്പോൾ നിങ്ങൾ മേടിച്ച് കഴിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. ഈ 3 ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഒരുമിച്ച് വരേണ്ടത്. അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റി കൂട്ടുക, എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് വരുത്തുക, പിന്നീട് അങ്ങോട്ടേക്കും കുഞ്ഞിനുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കൂട്ടിക്കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ട് പോകുന്നതിന് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്.
സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.